രാവിലെ തന്നെ ചൂടുള്ള ഒരു കട്ടനെടുത്ത് പുറത്ത് പോയി കുടിക്കാമെന്ന് വിചാരിച്ചു. വേറെ നല്ല നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കാണിച്ചു തരാനാണ് കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കണ്ണിൻ്റെ താഴെ മോൾ ഭാഗം നല്ല വീർപ്പ് പോരാത്തതിന് കലങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഐസൊക്കെ വെച്ച് മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്തപ്പോഴാട്ടോ ഒരു സമാധാനം കിട്ടിയത്. 10 കിലോ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോയത്. ഒപ്പം നൂൽപ്പിട്ട് മേക്കർ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ മാവ് നിറയ്ക്കുക. സത്യത്തിൽ ഈ നൂൽപ്പിട്ട് മേക്കർ മേടിക്കാനായിട്ട് എനിക്ക് കുറച്ച് പേടിയായിരുന്നു കേട്ടോ. ഫ്ലോപ്പായി പോയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് റീൽസ് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മേടിക്കാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടിയത്. ഞാൻ ഒരു 2-4 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ നൂൽപ്പിട്ട്. ഇതിൽ നമ്മൾ മാവാക്കിയിട്ട് ഈ ഒരു മെഷീൻ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക വേണ്ട കേട്ടോ. അതൊരു ലോക്കാണ്. പിന്നെ അതിൽ ഓൺ ഓഫ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ ഓൺ എന്നുള്ളത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂൽപ്പിട്ട് ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ നൂൽപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ആ മാവ് ആ പാത്രത്തിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിക്കുക. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാൻ കിട്ടും. പിന്നെ അതിൽ ഈ ഓഫ് എന്നുള്ള ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഈ കുറ്റി നേരെ താഴോട്ട് പോകട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്കതിൽ വീണ്ടും മാവ് നിറയ്ക്കാനായിട്ട് പറ്റും. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണല്ലേ. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഈ വക പരിപാടികളെ ഇല്ല കേട്ടോ. നൂൽപ്പിട്ട് തിരിപ്പിക്കണ ആ ഒരു അച്ചില് അത് തന്നെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ ഞങ്ങൾക്ക് ആകെ കൂടി ഉണ്ടാക്കി തരിക അട, അല്ലെങ്കിൽ കയ്യിലുണ്ടാക്കണ ഒരു പത്തിരി, അതാണ് കേട്ടോ. അന്ന് അതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റൊന്നും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും വരില്ല കേട്ടോ. അമ്മയുടെ കൈ കൊണ്ട് ഒരടയോ അല്ലെങ്കിൽ ഒരു പത്തിരിയോ ആ പഴയൊരു കാലം അതൊക്കെ ഇനി എവിടെയല്ലേ. കാരണം വേറെ ഒന്നല്ല കേട്ടോ, എൻ്റെ അമ്മ അതൊക്കെ മറന്നു പോയിരിക്കുന്നു. വലിയ കാര്യമായിട്ടുള്ള ഓർമ്മയൊന്നും ഇല്ല. എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ സ്ഥിരമായിട്ടുള്ള ചായയുടെ കടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും പണി ഇല്ലാണ്ടിരിക്കുന്ന ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നു മാത്രം. അതല്ലെങ്കിൽ അമ്മ അങ്ങനെ പുറം പണിക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ അമ്മ പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് അവിടെ ചായക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത് അമ്മ കൊണ്ടുവരും ഞങ്ങൾക്ക്. ഞങ്ങൾ അത് നോക്കിയിട്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു കാലം. ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അനുഭവിച്ച പോലെ നമ്മുടെ മക്കളാവരുത് എന്ന് വിചാരിച്ച് പലതും നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം കാലം അതിനനുസരിച്ച് മാറി ഓരോ കാര്യങ്ങൾക്കും മാറ്റങ്ങളും വന്നു. അങ്ങനെ ഞാൻ നൂൽപ്പിട്ട് മേക്കറിനെ കുറിച്ച് പറഞ്ഞ് ഏകദേശം എൻ്റെ ഒരു പഴയ കാലത്തേക്ക് എത്തിയിട്ടാണ്. അപ്പോഴേക്കും എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് വന്നു. ചായയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. ഒരാളെ എണീറ്റുണ്ട്, ഒരാളെ എണീറ്റിട്ടില്ല. പിന്നെ എനിക്ക് തീരെ വയ്യ, നല്ലൊരു തലവേദനയും കാര്യങ്ങളൊക്കെ. ഏകദേശം ഈ കണ്ണിൻ്റെ വേദന കാരണം ചെറിയൊരു കടച്ചിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് സൈഡായി. പക്ഷേ ആ സൈഡാവിൽ ഞാൻ പിന്നെ അറിഞ്ഞത് ഉച്ചയായിട്ടാട്ടോ. എനിക്ക് ഷോപ്പിലേക്കും പോകാൻ പറ്റിയില്ല. പിന്നെ അന്ന് രാത്രി ആകുമ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യാനായിട്ട് കുത്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.